കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. കൊച്ചി സ്വദേശി സച്ചിൻ, ഒഡീഷ സ്വദേശി ദുര്യോധൻ മാലിക് എന്നിവരാണ് നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായത്. ഒറീസയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവായിട്ട് ഒരു ദുര്യോധന മാലിക് എന്ന് പറഞ്ഞ ഒറീസക്കാരനെ സച്ചിൻ എന്നും പറഞ്ഞൊരു കുണ്ടന്നൂർക്കാരനായ മലയാളിയെയും ഇന്ന് രാവിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം വിവേകാനന്ദ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഈ ദുര്യോധന മാലിക് കന്ധുമൽ ജില്ലയിൽ ഒറീസയിലുള്ള ആളാണ്. അവിടുത്തെ ഗാവിൽ താമസിക്കുന്ന ആളാണ്. അയാൾ അവിടെ കഞ്ചാവ് നേരിട്ട് കൃഷി നടത്തുന്ന ആളാണ്. അയാൾ അവിടെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് മറ്റു ഇടനിലക്കാരില്ലാതെ ഒരു ട്രെയിൻ മാർഗ്ഗം കേരളത്തിലെത്തി ഈ മലയാളിയായ സച്ചിന് കൈമാറുന്നതിനിടെയാണ് പിടിച്ചത്. ചോദ്യം ചെയ്യൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് മനസ്സിലായിട്ടുണ്ട്. 5 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. ഈ പോളിയിൽ ടെക്നിക്കലിലെയും ഇവരാണ് ഒറീസക്കാരും ബംഗാളികളും തന്നെയാണ് അവർക്കും ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത്. ഇത് വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കാൻ കൊണ്ടുവന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, ഇപ്പോൾ പിടിയിലായവർ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നത്? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം വിപുലമായ പരിശോധനയാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ കൊച്ചിയുടെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡാൻസ് ഓഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നാർക്കോട്ടിക് സെല്ലാണ് ഈ 5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടിയത്. ഇത് കൊച്ചി സ്വദേശിയായിട്ടുള്ള സച്ചിൻ, ഒഡീഷ സ്വദേശിയായിട്ടുള്ള ദുര്യോധൻ മാലിക്. ഈ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിലെ വിവിധ കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് ലഹരി എത്തിച്ചു നൽകുന്ന സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്നാണ് ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട ഈ പിടിയിലായിരിക്കുന്ന ഒഡീഷ സ്വദേശിയായ ദുര്യോധൻ മാലിക്. ഈ ദുര്യോധൻ മാലിക് ഈ ഒഡീഷയിൽ നിന്നും കൃഷി നടത്തിയാണ് ഈ കഞ്ചാവ് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എല്ലാം എത്തിക്കുന്നത്. അതായത് ഇയാൾക്ക് ഇടനിലക്കാരില്ല, ഇയാൾ തന്നെ കൃഷി നടത്തി ഇയാളുടെ തോട്ടത്തിൽ വിരിയുന്ന കഞ്ചാവ് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ പാക്ക് ചെയ്ത് കേരളത്തിലേക്കും മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സച്ചിന്റെ ഓർഡർ പ്രകാരമാണ് ഈ 5 കിലോ കഞ്ചാവ് ഇയാൾ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇത് കൈമാറുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സച്ചിനും അതുപോലെ തന്നെ ഈ ദുര്യോധൻ മാലിക്കും നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന കൊച്ചിയിലെ പ്രധാന കണ്ണികളായ 1-2 പേർ നാർക്കോട്ടിക് സെല്ലിന്റെ ഡാൻസ് ഓഫിന്റെ പിടിയിലായിരുന്നു. ഇവരുടെ കൂട്ടത്തിലെ അടുത്ത ഏറ്റവും പ്രധാന കണ്ണിയായി തന്നെയാണ് സച്ചിനെ നാർക്കോട്ടിക് സെൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ 5 കിലോ കഞ്ചാവ് കൊച്ചിയിലെ ക്യാമ്പസുകളിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചത് തന്നെയാണ് എന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. ഈ സച്ചിൻ പിടിയിലായതോടുകൂടി ഈ കണ്ണിയിലെ മറ്റ് പ്രധാനികളിലേക്ക് ഉടൻ എത്താൻ കഴിയും, ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും പ്രധാനമായും പങ്കുവെക്കുന്നത്. ഈ ഒഡീഷ സ്വദേശിയായിട്ടുള്ള ദുര്യോധൻ മാലിക് നേരത്തെയും തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്തെടുത്ത കഞ്ചാവ് ഇത്തരത്തിൽ കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്ന വിവരവുമാണ് ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഈ കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ഇതര സംസ്ഥാനക്കാരിൽ പ്രധാനിയാണ്. കാരണം ഈ നമ്മൾ പെരുമ്പാവൂരിലെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഒരു വലിയ ചെയിൻ ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ ഉൾപ്പെട്ട ഒരു റാക്കറ്റ് ആയിരിക്കും. പക്ഷേ ദുര്യോധൻ മാലിക്ക് കുറച്ച് വ്യത്യസ്തനാണ്. താൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കഞ്ചാവ് നേരിട്ട് ഓർഡർ സ്വീകരിച്ച് എവിടെ എത്തിക്കണോ അവിടെ എത്തിച്ച് ഓർഡർ നൽകിയ ആളുകൾക്ക് നൽകും. ഇതാണ് ഈ ദുര്യോധൻ മാലിക്കിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും സച്ചിൻ പിടിയിലായ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഈ ക്യാമ്പസുകളിലേക്ക് ലഹരി എത്തിക്കുന്ന കൊച്ചിയിലെ പ്രധാന ചെയിൻ അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാർക്കോട്ടിക് സെല്ലിന്റെ പ്രതീക്ഷ. സ്മൃതി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.